ഇത്തവണ ഓണം എക്സാമിന് സ്റ്റഡി ലീവ് ഇല്ലല്ലോ മിസ് എന്നൊക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ്സിന് നിങ്ങളുടെ അടുത്തൊരു സീക്രട്ട് പറയാനുണ്ട്. ഇത്തവണത്തെ നമ്മുടെ ഓണം എക്സാമിന്റെ സ്റ്റഡി ലീവ് വരുന്നത് ഓഗസ്റ്റിലാണ്. അപ്പൊ നമുക്ക് ഇത്തവണ ഓണം വെക്കേഷൻ എന്ന് പറയുന്നത് ഡബിൾ ഇരട്ടിയാണ് നമുക്ക് ഇത്തവണ കിട്ടാനായിട്ട് പോകുന്നത്. പഠിച്ചു തീരാത്തവർക്ക് ഇനി പഠിച്ചു തീരാനും അതേപോലെ തന്നെ ഇനി വെക്കേഷൻ ഒന്നും ഇല്ലല്ലോ, ഇനി ഫുൾ ഡേ സ്കൂളിലൊക്കെ പോകണല്ലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന മക്കൾക്ക് ഒരു സമാധാനമാക്കി തരാനും വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് ഇനി നിങ്ങൾക്ക് സ്റ്റഡി ലീവ് നമുക്ക് ഈ ഓഗസ്റ്റിൽ തന്നെ കിട്ടും. നമുക്ക് അത്യാവശ്യം പഠിച്ചു തീരാനായിട്ടുള്ള ഒരു സമയം കൂടി ഉണ്ടായിരിക്കും. അപ്പൊ ഇതേ ഏതൊക്കെ ദിവസങ്ങളാണ് ഈ സ്റ്റഡി ലീവ് എന്നുള്ളതിൽ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുക. അതായത് ഇന്ന് മുതൽ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കലണ്ടർ ഒക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. അപ്പൊ അവിടെ നമുക്ക് പല പല ലീവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇന്ന് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 സൺഡേയും അതേപോലെ തന്നെ 3 സാറ്റർഡേയ്സും നിങ്ങൾക്ക് ഇനി ലീവായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, ഓരോ ദിവസം നമുക്ക് അന്നന്നൊക്കെ പഠിച്ചു തീർക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻസ് ഒക്കെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമുക്ക് ഈ ഒരു മാസം 4 പബ്ലിക് ഹോളിഡേയ്സ് ആണ് വരുന്നത്. 4 പബ്ലിക് ഹോളിഡേയ്സ് ഏതൊക്കെ ദിവസങ്ങളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 15-ാം തീയതി, 20-ാം തീയതി, അതേപോലെ തന്നെ 26-ാം തീയതി, 28-ാം തീയതി ഇത്രയും ദിവസങ്ങളാണ് നിങ്ങൾക്ക് പബ്ലിക് ഹോളിഡേയ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ പബ്ലിക് ഹോളിഡേയ്സിലും നമുക്ക് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്കൊരു 10 ദിവസമാണ് നമുക്ക് ഇത്തവണത്തെ നമ്മുടെ ഓണം എക്സാമിന് മുന്നോടിയായിട്ടുള്ള സ്റ്റഡി ലീവ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ലീവ് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടേ വേണം അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതുവരെ ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല മിസ്സേ, ഇനി ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം ഉണ്ടോന്ന് അറിയില്ല, ഓണം എക്സാമിന് സ്റ്റഡി ലീവ് ഒന്നും മര്യാദയ്ക്ക് സ്കൂളിൽ നിന്നൊന്നും തന്നിട്ടില്ല, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് ഇനി നോ ടെൻഷൻ. നമുക്ക് ഇത്രയും ദിവസങ്ങൾ 10 ദിവസം നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ സ്റ്റഡി ലീവ് അല്ലാതെ തന്നെ നമുക്ക് 10 ദിവസം കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ദിവസങ്ങൾ നന്നായിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം റെഡി അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്തവണ നമ്മൾ ഓണം എക്സാം സെറ്റ് ആക്കി പഠിച്ചിരിക്കും എന്ന് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറെ ഹാർട്ട് ഇമോജീസും കുറെ ഫയർ ഇമോജീസും കൊണ്ട് അങ്ങനെ നിറച്ചേക്ക്. അപ്പൊ ഈ ഒരു ലീവിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരല്ലോ അല്ലേ? ലീവ് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കില്ലേ? അപ്പൊ വേഗം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ദിവസം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് ഇത്രയും ദിവസം എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ആ ദിവസങ്ങൾ നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കും കൂടെ അങ്ങനെ കൊടുത്തേക്ക്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇപ്പൊ ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നില്ലേ അല്ലെ? അപ്പൊ ഇപ്പൊ നിങ്ങൾ ഒരു കുഞ്ഞു ഹാപ്പി ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ പറയാം.